ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. +1 പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളെ യൂണിറ്റ് 4 ചാപ്റ്റർ 1 ആണ് കേട്ടോ. ക്രിസ്മസ് എക്സാമിന് എന്തായാലും ഉണ്ടാവും ഈ യൂണിറ്റ്. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ അല്ലെ. അഞ്ജന മജ്വേന്ദറിന്റെ ഒരു മനോഹരമായിട്ടുള്ള എസ്സേ ആണ്. നാട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങൾ അല്ലെ, ആ ദുരന്തങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇന്ത്യയിലെ ദുരന്ത നിവാരണങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു എസ്സേ കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എസ്സേ ആണ്. ഇന്നൊക്കെ അപ്ഡേറ്റഡ് ആണ്, പക്ഷെ പുസ്തകം മാറിയിട്ടില്ല, പഴയ പുസ്തകമാണ്. അപ്പൊ നമുക്ക് ഇത് പഠിക്കല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. നോക്കൂ നിങ്ങൾ, ഡിസാസ്റ്റേഴ്സ് ആർ ഗ്ലോബൽ സിനാരിയോ അല്ലെ. ഡിസാസ്റ്റർ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞൊക്കെ വെച്ചാല് ഓരോരുത്തർ ഇന്ത്യയിൽ മാത്രമാണോ? അല്ല, മൊത്തത്തിലുണ്ട് കേട്ടോ. ഇറ്റ്സ് റിയലി എ ചാലഞ്ച് ഫോർ ഓൾ ഹ്യൂമാനിറ്റി. ഏതൊരു മനുഷ്യരാശിക്ക് അതെന്താണ്, ഒരു വെല്ലുവിളിയാണ് അല്ലേ. നമ്മൾ എത്ര നല്ല സുഖത്തിൽ നടക്കുകയാണെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ തീർന്ന്. കോവിഡ് ഒക്കെ വന്ന് നിങ്ങൾക്ക് അറിയില്ലേ, തീർന്നില്ലേ മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലേ. Nowadays disasters have increased both in frequency and intensity. ഇന്നൊക്കെ എന്ത് ചെയ്യുന്നത്, ദുരന്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി ആഴം നോക്കുകയാണെങ്കിലൊക്കെ എന്താണ്, കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ വയനാട് നടന്ന ദുരന്തല്ലേ അല്ലേ, ലാൻഡ് സ്ലൈഡ് നടന്നില്ലേ, വയനാട് ലാൻഡ് സ്ലൈഡ് നടന്നില്ലേ. അതിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താണ്, വളരെ ദുരന്തമായില്ലേ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഗതി അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കറണ്ട് സിനാരിയെ കുറിച്ച് ഒരു അവയർനെസ് വേണം കേട്ടോ. കാര്യം അത് ബേസ് ചെയ്തുകൊണ്ട് ഒരു എസ്സേ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ക്ലിയർ? They cause great loss of lives and property അല്ലേ. അങ്ങനെ വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ജീവിതവും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടി ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. We can see, നമുക്ക് കാണാൻ കഴിയും that countries with a lower human development are more vulnerable അല്ലേ. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, കൺട്രീസ് വിത്ത് ലോവർ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് കുറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആർ മോർ വൾണറബിൾ, അത് ഭയങ്കരമായിട്ട് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കുറച്ച് ആളുകളുള്ളൂ, അവിടെ തന്നെ ദുരന്തങ്ങൾ പിന്നെ ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് ആർ മോസ്റ്റ് അഫക്റ്റഡ് ബൈ ഫ്ലഡ്സ്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് ഒക്കെ എന്താണ് ഏറ്റവും കൂടുതൽ ഫ്ലഡ്സ് വരുന്ന സ്ഥലങ്ങളാണ്. കാര്യം എന്താണ്, എല്ലാത്തിൻ്റെയും ബൗണ്ടറിയിൽ നിന്നുണ്ട്, കടലുണ്ട് അല്ലേ. അതുകൊണ്ട് വെള്ളപ്പൊക്കം സാധ്യത കൂടുതലുള്ള ഏരിയകളാണ്. ഹൗവർ എന്നിരുന്നാലും ഡ്രോട്ട്, വരൾച്ച ഈസ് ദ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു സംഗതിയാണെന്ത്, ഡിസാസ്റ്റർ ആണെന്ത്, വരൾച്ച എന്ന് പറയുന്നത്. വരൾച്ച ഒരു ഭയങ്കര ഡേഞ്ചർ തന്നെയാണ്. വെള്ളം കിട്ടാണ്ട് പട്ടിണി കിടന്ന് ദാഹിച്ചു മരിക്കുന്ന ആളുകളെ ഒരവസ്ഥ ഉണ്ടാവില്ല, ഭയങ്കര എല്ലാം ഡേഞ്ചർ ആട്ടോ. എന്നാൽ ഇത് ഭയങ്കര മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. തിന്നാൻ കിട്ടാണ്ട, കുടിക്കാൻ കിട്ടാണ്ട മരിക്കുക, അതിനേക്കാൾ വലുത് എന്താ ഉള്ളതില്ലേ. നോക്കൂ നിങ്ങൾ, ഇന്ത്യ ഈസ് എ വൾണറബിൾ ടു ഡിസാസ്റ്റർ. ഇന്ത്യ എന്താണ്, ഡിസാസ്റ്റർ കൊണ്ട് ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. അതിൽ ഒരുപാടുണ്ട്. മെയിൻലി ഡ്യൂ ടു ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇന്ത്യന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ തന്നെയാണ് ഇതിന്റെ കാരണം. ഇന്ത്യന്റെ ഏറ്റവും അല്ലെ, ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, ഇവിടെ ചുറ്റും എന്താണ് വെള്ളമാണ്, വാട്ടർ ആണ് അല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് ഡിസാസ്റ്റർ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിക്കലുണ്ട് കേട്ടോ. ജിയോളജിക്കൽ ഫോർമേഷനും അതിന്റെ ജിയോളജി അല്ലെ, അതിലെ മണ്ണ് എന്നൊക്കെ പറഞ്ഞ സ്ട്രോങ് പാറകളേക്കാൾ കൂടുതൽ എന്താണ് ഒരുപാട് മണ്ണ് ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് അല്ലെ, മലകളൊക്കെ പെട്ടെന്ന് വയനാട് ദുരന്തമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇന്ത്യ കൂടുതൽ എന്താണ് വൾണറബിൾ ആണെന്നാ പറയുന്നത് കേട്ടോ. എനിവേ ശ്രദ്ധിച്ച് കേട്ടോളൂ. ദ ലോങ് കോസ്റ്റ് ലൈൻസ് അല്ലെ, തീരപ്രദേശങ്ങൾ ഉണ്ടാവും ഓഫ് ഇന്ത്യ. ഇന്ത്യന്റെ തീരപ്രദേശങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. ദ പെരിനിയൽ റിവേഴ്സ് ഇൻ ദ നോർത്ത്, ഒരിക്കലും വറ്റാത്ത എന്തുണ്ട്, പുഴകളുണ്ട്. സ്നോ ക്ലാഡ്, പച്ച പുതച്ചിട്ടുള്ള അല്ലെ, മഞ്ഞ് പുതച്ച അല്ലെ ആ കുന്നുകളുണ്ട്. എക്സെട്ര ലീഡ് ടു ഡിസാസ്റ്റേഴ്സ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. വലിയ മഞ്ഞുമല ഉരുകിക്കാണ്ട് ദുരന്തം ഉണ്ടാവുന്നുണ്ട് ഇന്ത്യയിൽ അല്ലേ. നിങ്ങൾ കണ്ടുകൊണ്ടോ, കുളു മണാലിയൊക്കെ പോയി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. അതുപോലെ തന്നെ പിന്നെ അല്ലെ വറ്റാത്ത ഒരുപാട് റിവേഴ്സ് ഉണ്ട്. ആ റിവേഴ്സിലൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ നോക്കൂ, ഇന്ത്യ ഈസ് അഫക്റ്റഡ് ബൈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഇന്ത്യയിൽ വ്യത്യസ്ത ഡിസാസ്റ്ററുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചില്, ഫ്ലഡ്സ്. എന്താ ഫ്ലഡ് എന്ന് വെച്ചാല് വെള്ളപ്പൊക്കം. 2018 നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡ്രോട്ട്, വരൾച്ച ഇന്ത്യയിലുണ്ട്. ഇവിടെ ഇല്ലാത്ത നോക്കണ്ടട്ടാ. വേനൽക്കാലം വരുന്ന സമയത്ത് വരൾച്ച ഉണ്ടാവില്ലേ, എർത്ത് ക്വേക്ക്, ഭൂകമ്പം ഇടക്കിടക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഹെയിൽ സ്റ്റോം, ആലിപ്പഴം ഇങ്ങനെ വീഴുക അല്ലെ. നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിലും പല സ്ഥലത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതുപോലെ സൈക്ലോൺസ്, ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഈവൻ കൂടാണ്ട് മാൻമേഡ് ഡിസാസ്റ്റേഴ്സ്, ഒരുപാട്
മനുഷ്യന്മാരുണ്ടാക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടടാ. ഏതൊക്കെയാണത്? ഒന്ന് റൈറ്റ്, കലാപങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് ലീക്ക്. മനുഷ്യന്മാര് അല്ലെ ഒരു കെയർ ഇല്ലാണ്ട് ഗ്യാസ് ലീക്കേജ് ഒക്കെ മനുഷ്യന്മാർ കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, എന്നാൽ ഇന്ത്യയിൽ പലയിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഡിസാസ്റ്റർ കോസ് വൈഡ് സ്പ്രെഡ് ഡാമേജ്. ഈ ദുരന്തങ്ങൾ കാരണം വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് അല്ലെ, തകർച്ചയും മരണം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ദുരന്തങ്ങൾ കാരണം ഉണ്ടാവുന്നുണ്ട്. ദേ ഡാമേജ് ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം അല്ലെ, മനുഷ്യന്മാരുടെ ലൈഫ് ലൈനിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെ മുഴുവൻ അത് ബാധിക്കുന്നുണ്ട്. നെയിംലി കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ കമ്മ്യൂണിക്കേഷനെ വരെ ബാധിക്കുന്നുണ്ട് അല്ലെ. പല ആളുകളെ ബന്ധപ്പെടാണ്ടിരിക്കാൻ പറ്റുക അല്ലെ, ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാൻ പറ്റും, വയനാട് ദുരന്തം എടുക്കാൻ പറ്റും. കുറേ ആളുകൾ പലയിടത്തും കുടുങ്ങി കിടന്ന സമയത്ത് അവരെ ബന്ധപ്പെടാൻ പോലും പറ്റിയില്ലായിരുന്നു അല്ലേ. പിന്നെ പവർ സപ്ലൈ അവർക്ക് നഷ്ടപ്പെട്ടു, വാട്ടർ സപ്ലൈ നഷ്ടപ്പെട്ടു അല്ലേ. എല്ലാം നഷ്ടപ്പെടുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനത്തെ ഒരു ഡാമേജ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മളെ ഇന്ത്യയിൽ പ്രത്യേകിച്ച്. കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ബാഡ്ലി അഫക്റ്റഡ്. സാമ്പത്തികം പിന്നെ പൊതുവെ പിടുത്തം. സാമ്പത്തികം മാത്രമല്ല, ബിസിനസ് ആണെങ്കിലൊക്കെ എന്താണ്, തകരൂലടാ, തളരൂലേ, തകർന്നു പോകുന്നു. ഡെത്ത് ഈസ് സംടൈംസ് കോസ്ഡ് ബൈ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. സി, പല സമയത്തും മരണം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ബിൽഡിങ് പൊളിഞ്ഞാടിക്കൊണ്ട്, ആ ബിൽഡിങ് തകർന്നു വീണുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മരണങ്ങൾ സംഭവിക്കുന്നത്. ചെറിയൊരു ഡിസാസ്റ്റർ വരുമ്പോഴത്തേന് ബിൽഡിങ്ങുകൾ ആകെ എന്ത് ചെയ്യുക, തകർന്നു വീഴുക. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, മരണങ്ങൾ സംഭവിക്കുന്നത് ഇന്ത്യയിൽ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, ഈസിയാണ്. സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിംഗ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ്. അപ്പൊ അതിനൊരു പരിഹാരമാട്ടോ ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതൊക്കെ എന്താണ് പരിഹാരമാണ് അതിനുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, ശ്രദ്ധിക്കാം. സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിംഗ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് സേഫ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് പിന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കണം. ഒരു ചെറിയൊരു അല്ലെ ഒരു സംഗതി വരുമ്പോൾ അങ്ങനെ തകർന്ന് വീഴുന്ന ഒരു ബിൽഡിംഗ് ആവരുത്. മാത്രമല്ല, ബിൽഡിംഗ് കോഡ്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ഷുഡ് ബി സ്ട്രിക്ട്ലി ഇംപ്ലിമെന്റഡ്. നമ്മുടെ നാട്ടിലൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് റൂൾസ് ഉണ്ട്. ആ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന വേണം എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ. സ്റ്റേറ്റ് ഗവൺമെന്റ് പ്ലേ മേജർ റോൾ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സംസ്ഥാന ഗവൺമെന്റ് എന്നുണ്ട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ഗവൺമെന്റ് കാര്യമായിട്ട് ഇടപെടണം. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രത്യേക റോൾ ഉണ്ട്. നമുക്ക് കേരളത്തിൽ എന്തുണ്ട്, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കി വെച്ചാൽ അതിനൊരു സഹായിക്കാൻ ഒരു നിധിയൊക്കെ ഉണ്ട് അല്ലേ. എല്ലാവരും കൂടെ ആക്കി നമ്മൾ പൈസ ഇട്ട് കൊടുക്കുക അല്ലെ. അങ്ങനത്തെ പരിപാടിക്ക് നമ്മൾ കേരളത്തിലുണ്ട് കേട്ടോ. ഇത് മുന്നത്തെ ഇതായതുകൊണ്ടാണ് അങ്ങനെ വേണമെന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇപ്പം ഉണ്ട് നിലവിൽ. സെൻട്രൽ ഗവൺമെന്റ് ഓൾസോ പ്ലേസ് എ ഫെസിലിറ്റേറ്റിംഗ് റോള്. അപ്പൊ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ആർക്കും റോൾ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. നമ്മളെ ഈ വയനാട് നടന്ന ഈ ഒരു പിന്നെ ദുരന്തത്തിൽ അല്ലേ സെൻട്രൽ ഗവൺമെന്റ് അടുത്ത് എന്ത് ഹെലികോപ്റ്റർ വരലും അങ്ങനെ ഒരുപാട് സപ്പോർട്ടുകളൊക്കെ അല്ലേ, അവിടെ ഒരു പാലുണ്ടാക്കി കൊടുത്ത അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പോരാ, റീഹാബിലിറ്റേഷൻ. ഇങ്ങനെ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പുനരധിവാസം കൊടുക്കണം എന്ന് അല്ലേ, ഓഫ് വിക്ടിംസ് ഡൺ ത്രൂ ദി പ്രോപ്പർ കോർഡിനേഷൻ എമംഗ് ദി വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും PWD ആണെങ്കിലും അല്ലേ, എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ കൂടിയിട്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം അതിൽപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ മക്കൾക്ക് വിദ്യാഭ്യാസം വേണ്ടി വരില്ലേ. അപ്പൊ അതിനൊക്കെ എല്ലാ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും PWD ഡിപ്പാർട്ട്മെന്റും എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എല്ലാവരും ഒരു കോർഡിനേഷൻ കൂടിയിട്ട് ഇവരെ പുനരധിവാസം ചെയ്യണം, വളരെ സ്പീഡാക്കണം. ക്ലിയർ. അടുത്ത് നോക്കിക്കോളൂ. റെസ്ക്യൂ ടീം ഷുഡ് ലേൺ സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് അല്ലേ. അതായത് ഈ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ആളുകളില്ലേ, അവർക്കൊരു സ്പെഷ്യൽ സ്കില്ലും അവർക്കൊരു ആറ്റിറ്റ്യൂഡിനുള്ള ഒരു ശരിക്കും ഇങ്ങനെ ട്രെയിനിങ് തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. വേണ്ട ട്രെയിനിങ്. റെസ്ക്യൂ ടീം ഷുഡ് ലേൺ സ്പെഷ്യൽ സ്കില്ല്. ആ ഒരു പ്രത്യേക സ്കില്ല് എന്ത് ചെയ്യണം, അവർ നേടിയിരിക്കണം. വെറുതെ എടുത്ത് മുണ്ടും മടക്കി ചാടി കുത്തി ഓടിയിട്ട് കാര്യമില്ല, പിന്നെ ഓരോ ജീവിത അപകടത്തിലാവില്ലേ. അപ്പൊ സ്പെഷ്യൽ സ്കില്ല് ആർക്കും വേണം, റെസ്ക്യൂ ടീമിനും വേണം. ബിസൈഡ്സ് കൂടാണ്ട് ദേ ഷുഡ് ബി വെൽ എക്യുപ്ഡ്. ഈ റെസ്ക്യൂ ടീമിന്റെ അടുത്ത് നിന്ന് വേണം നല്ല എക്യുപ്മെന്റ്സ് വേണം. വെറുതെ ബോഡിയിട്ട് മാത്രം ചെന്നാൽ പോരല്ലോ. നമ്മളെ മാൽപ്പയൊക്കെ ഉണ്ടല്ലോ, അർജുനൊക്കെ വെള്ളത്തിൽ പോയ സമയത്ത് മാൽപ്പേന്റെ അടുത്തുണ്ടായിരുന്നു ഒരുപാട് അല്ലേ, വെള്ളത്തിൽ ഇറങ്ങാനുള്ള കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ എക്യുപ്മെന്റ്സ് വേണം വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജീസ്. ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജി അന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഏകദേശം 10 കൊല്ലം മുന്നുള്ള പുസ്തകമാണത്. ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടുള്ള എക്യുപ്മെന്റ് വേണം എന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. ഈ പിന്നെ അഞ്ജന മജുവേന്ദ്ര പറയുന്നത് എന്താണ് സാറേ ഈ ഒരു വരിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടടാ. കാര്യം അർജുന് ആ മണ്ണിന്റെ അടി പോയ സമയത്ത് അർജുനെ എവിടെയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്നോളജിക്ക് കണ്ടെത്താൻ ഒറ്റടിക്ക് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്തേ പറ്റൂ എന്നാണ് ആര് പറയുന്നത്, അഞ്ജന
മജുവേന്ദ്ര പറയുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. സി മൈ ഡിയർ സ്റ്റുഡൻസ്, അതുകൊണ്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ഫ്രണ്ട്സിലേക്ക് പരമാവധി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാണ്ട് ഇതിന്റെ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസ. താങ്ക് യു വെരി മച്ച്. ബൈ.